അത്രേ ഉള്ളൂ. മീനായതിനു ശേഷമാണല്ലോ. പേടിക്കണ്ട. നമുക്ക് അതിൻ്റെ ആ സോസ് അങ്ങ് അടിച്ചു മാറ്റാം. സോസ് അടിക്കാൻ പോവാണ്. ലേശം ടർമറിക്ക്, കുറച്ച് ടർമറിക് പൗഡർ, അതിനകത്ത് കുറച്ച് ഉപ്പ്, സോൾട്ട്, ലേശം വിനീഗർ, കുറച്ച് വിനാഗിരി, കുറച്ച് ചോപ്ഡ് ജിഞ്ചറും കൂടി ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മളതിൻ്റെ വിനാഗിരി, മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ചേർത്തു. ഉപ്പിട്ടു. അതിനകത്തോട്ട് നമ്മൾ തേങ്ങാപ്പാൽ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ്. ഏകദേശം മീൻ ഓക്കെയാണ്. ഓക്കെ, നമ്മുടെ മീനായിട്ടുണ്ട്. മീൻ നമ്മൾ ഇങ്ങോട്ട് ഇറക്കി വെക്കാൻ നല്ല മീൻ കഷ്ണം ഒന്ന് പൊരിച്ചെടുത്തത് അതിങ്ങെടുത്ത് നമ്മൾ തക്കാളി ഇട്ടു. ഒരു ബ്ലഞ്ചിങ് ആണ്. ഓക്കെ, പിന്നെ ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ജസ്റ്റ് ഒരു ഗരം മസാല. ഗരം മസാല കുറച്ച് ഒരു ജസ്റ്റ് തൂന്നു. ആ ഒരു ഗരം മസാല മണം പെട്ടെന്ന് തന്നെ ഒന്ന് പരത്തി. അപ്പോൾ ഞങ്ങൾ സെർവിങ് ഡിഷിലേക്ക് അങ്ങോട്ട് പാസ് ചെയ്യും. മോളി, നമ്മുടെ ഫിഷ് മോളി, നെമ്മീൻ മോളി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത നമ്മൾ എന്താണ് ചെയ്യാൻ പോണത്? അതെല്ലാം പെട്ടെന്നാവണ്ടല്ലോ. ഇപ്പം വീണ്ടും കുറേ ഉണ്ടായിട്ട്. കൊഞ്ച് ഹൗസിന്റെ സ്പെഷ്യലായിട്ട് ഞങ്ങൾ കൊഞ്ച്. ഇത് ചെമ്മീനാണോ കൊഞ്ചാണോ? കൊഞ്ച്. ചെമ്മീൻ്റെ വലുത് കൊഞ്ച്. ഇതാണ് ഞങ്ങളുടെ കൊഞ്ച് സ്പെഷ്യലാണ്. ഇത് ഞങ്ങൾ ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു സ്പെഷ്യൽ ഡിഷ് ആക്കാൻ പോവാണ്. എന്താ എൻ്റെ പേര്? നമ്മുടെ കൊഞ്ചോസ് പ്രിപ്പറേഷൻ എന്താണ് പറയുന്നത്? അപ്പം എന്തായാലും നമുക്ക് അത് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൻ്റെ മാരിനേഷൻ ഒക്കെ ഉണ്ടാക്കി നമുക്ക് മൊത്തത്തിൽ അങ്ങ് സെറ്റപ്പ് ആക്കാം. ഞങ്ങൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ചില്ലി, ടാമറിൻ, ലിറ്റിൽ ടർമറിക് പൗഡർ, സോൾട്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി ഒരു മാരിനേഷൻ ആക്കി വെച്ചേക്കാണ്. ഇത് ഞങ്ങൾ ഇതിനകത്തോട്ട് അതിന് പെരട്ടും. വെരി സിമ്പിളാണല്ലോ. സിമ്പിൾ ആൻഡ് ഹമ്പിൾ. ഓക്കെ, വീണ്ടും മാരിനേറ്റ് വെച്ചിട്ടുണ്ട്. മാരിനേഷൻ കഴിഞ്ഞു ചെയ്തു. അതിനകത്തോട്ട് നമ്മൾ ഇനി ഇത് വറുത്തിട്ടാണെങ്കിൽ വേറെ കാര്യങ്ങൾ. ഓക്കെ, കോക്കനട്ട് ഓയില് പിന്നെ നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഒന്നൊന്ന് ചുറ്റിച്ചെടുത്ത് അത്രേ ഉള്ളൂ എല്ലാത്തിനും. ഓക്കെ, സ്മോക്കിംഗ് സ്മെൽ. ഇതിപ്പോൾ തന്നെ കൊഞ്ചായതുകൊണ്ട് പെട്ടെന്ന് ഫ്രൈ ആവും. കൊഞ്ച് എന്ന് പറഞ്ഞാൽ വിത്തിൻ 2 seconds കഴിഞ്ഞോ? ഉണ്ടോ? ഇനിയിപ്പോൾ നമ്മൾ നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് നമുക്ക് ഇത് സെർവ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഇത് കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ കൊഞ്ച് ഇങ്ങനെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. തോന്നണേ അല്ലേ? ആയിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ഇവിടുത്തെ സ്പെഷ്യൽ കൊഞ്ച് ഫ്രൈ. ഇത് നിങ്ങൾ വിചാരിച്ച് ഇത് കൊഞ്ച് മാത്രം ഇങ്ങനെ വന്നത്. ഇതിന്റെ അക്കമ്പനിമെന്റ് ഫിഷ് ഗ്രേവി. എന്താ ചെമ്മീൻ്റെ ആണോ അതോ സാധാ ഫിഷ് ഗ്രേവി, സലാഡ് വിത്ത് റൈസ്. അത് വെറും റൈസ്, പുലാവ് റൈസ്, വൈറ്റ് റൈസ് നമ്മുടെ ഇഷ്ടമാണ്. ഞങ്ങൾ കൊടുക്കും. അപ്പം അതിലേക്ക് നമ്മുടെ കൊഞ്ച് ഓഫ് ഇന്ത്യ അല്ലെ കൊഞ്ച് ഓഫ് കേരള. അപ്പോൾ അതും എടുത്ത് വെച്ചിട്ട് നമ്മുടെ കൊഞ്ച് ഫ്രൈ സ്പെഷ്യൽ, ഇവിടുത്തെ കൊഞ്ച് ഹൗസ് സ്പെഷ്യൽ കൊഞ്ച് ഫ്രൈ വിത്ത് റൈസ് ആൻഡ് ഗ്രേവി ഓഫ്. ആ ഒരു കോമ്പിനേഷൻ നോക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പറ്റുള്ളൂ. അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മീൻ ഫിഷ് മോളി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനും ഷെഫും കൂടി ഇങ്ങനെ നിൽക്കുകയാണ്. കയ്യിൽ നമ്മുടെ നെമ്മീൻ്റെ എന്താണ് ഇപ്പോൾ റോസ്റ്റ് അല്ലേ? എങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണേ? ഫസ്റ്റ് നമ്മൾ നമുക്ക് ഫിഷ് മാരിനേഷൻ ചെയ്യാം. നെയ്മീനാണ് ബോൺലെസ് ആക്കി പീസ് ആക്കി വെച്ചേക്കാണ്. നമ്മൾ 4 പീസ് ഫിഷ് എടുത്തിട്ടുണ്ട്, ബോൺലെസ് ഫിഷ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് മാരിനേഷൻ ചെയ്യാം. എന്തൊക്കെയത്? ചില്ലി പേസ്റ്റ് ആൻഡ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ടർമറിക് ആൻഡ് വിനീഗർ ആൻഡ്
സോൾട്ട് ഉപ്പ് ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് പിന്നെ ഫിഷിൻ്റെ മാരിനേഷനാണ്, അത് നമുക്ക് ആഡ് ചെയ്യാം. ഇത് നമ്മൾ ഫിഷായിട്ട് മാരിനേഷൻ ചെയ്യാണ്. ഫിഷായിട്ട് നന്നായിട്ട് വെക്കുകയാണ്, മാരിനേഷൻ ചെയ്തിരിക്കണം. ഇത് കുറച്ച് നേരം ഇരിക്കണം, ഒരു 5 minutes ഇരിക്കണം. ഇപ്പോൾ ഒന്ന് ജസ്റ്റ് വെച്ചിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും ഗ്രേവി അടിക്കാം. ഇതിൻ്റെ ഗ്രേവി അടിക്കാം. അപ്പോൾ നമുക്കതൊരു 5 minute വെക്കുമ്പോഴത്തേക്കും ഇതൊരു ഗ്രേവി അടിക്കാം. ഒരു 1-2 seconds അതിനുള്ള ഗ്രേവി ആവും. നമ്മൾ അതിൻ്റെ കോക്കനട്ട് ഓയിൽ ഒഴിക്കുന്നത്, അതോട്ട് നമ്മൾ കോക്കനട്ട് ഓയിൽ ഒഴിക്കുന്നു. ജസ്റ്റ് ഓയിൽ ചൂടാക്കിയിട്ട് നമ്മൾ ഒന്ന് ചൂടായി ലേശം ഫെനുഗ്രീക്ക് വിടുന്നു, കുറച്ച് ഉലുവ വിടുന്നു. അതിൻ്റെത്തേക്ക് ഇട്ടു. അപ്പോഴേക്ക് ജിഞ്ചർ, കുറച്ച് ജിഞ്ചർ, ചോപ്ഡ് ജിഞ്ചർ ഇടുന്നു, ചോപ്ഡ് ഗാർലിക്, പിന്നെ കറിവേപ്പില, ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് സോട്ട് ചെയ്യണം. സ്ലൈസ്ഡ് ഒണിയൻ, സവാള കരക്കരക്കരക്കരക്കരന്നരിഞ്ഞു സ്ലൈസ് ചെയ്ത ഒനിയാണ്. നമ്മളതിലേക്ക് നമ്മൾ ടൊമാറ്റോ ഇടുന്നു, കുറച്ച് ടൊമാറ്റോ ഇട്ടു. അതൊക്കെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുകയാണ്. എല്ലാം ഇങ്ങനെ പതുക്കെ ഒന്ന് ടൊമാറ്റോ ഒന്ന് ഉടഞ്ഞുണ്ട്. അതായത് നമ്മളിവിടെ ഉണ്ടാക്കി ഫിഷിൻ്റെ സോസ് ഉണ്ട്, ഫിഷിൻ്റെ സോസ് ഉണ്ട്. ഫിഷിൻ്റെ ഇതിന് മാത്രമായിട്ട്, റോസ്റ്റിന് മാത്രമായിട്ട് സോസാണത്. ഇത് ഒനിയൻ, ടൊമാറ്റോ ആൻഡ് ടാമറൻ. ഒണിയൻ, ടൊമാറ്റോ ടാമറിൻ, നമ്മുടെ സവോള, തക്കാളി, പുളി ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത്. വേറെ എന്തൊക്കെയാണ് ചേർത്തേക്കണേ ഇതിനകത്ത് അതിന് എത്ര ഉള്ളൂ? അത് അപ്പോൾ കളർ ഇതിൻ്റെ ടൊമാറ്റോടെയാണ്. ടൊമാറ്റോയുടെ ചില്ലി പേസ്റ്റ്, അതാണ് ചോദിച്ചത്. വേറെ ഇതാണ് ചില്ലി പേസ്റ്റ് ഉണ്ട്. അപ്പോൾ ചില്ലി പേസ്റ്റും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ അതൊന്ന് ചേർക്കുന്നു. ചേർക്കുകയാണ്. കുറച്ച് സ്റ്റോക്ക് വാട്ടർ, ലേശം സോൾട്ട് ഇട്ടു, കുറച്ച് ഉപ്പ് അതിട്ടു. അപ്പോൾ അതിൻ്റെ റോസ്റ്റിൻ്റെ ഗ്രേവി റെഡിയാണ്. അപ്പോൾ റോസ്റ്റ് ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്യണം. ഫിഷ് ഫ്രൈ ചെയ്യണം. അപ്പോൾ നമ്മുടെ പാൻ റെഡിയാണ്, ഫിഷ് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഫിഷ് ഫ്രൈ ചെയ്യാണ്. അതിനകത്തോട് വെച്ച് നമ്മൾ ആഡ് ചെയ്യും. അധികം ഹാർഡാവാൻ പാടില്ല, സോഫ്റ്റായിട്ട് അല്ലേ? അധികം ഹാർഡാവരുത്, കുറച്ച് സോഫ്റ്റായിട്ടിരിക്കണം. ഇങ്ങനെ ഓക്കെ. ഇപ്പോൾ നമ്മുടെ ഫിഷ് ആയിട്ടുണ്ട്. ഫിഷ് ആയിട്ടുണ്ട്. ഫിഷ് ഫ്രൈ ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എണ്ണ ആയിരിക്കും ഗ്രേവിയിലോട്ട് ഇട്ടു. എണ്ണ ഒന്ന് വാർത്ത് കളഞ്ഞിട്ട് ഇനി ചെറിയൊരു ഫയറിൽ നല്ല ചെറിയ സ്റ്റോക്ക് വാട്ടർ 2 പീസ് ടൊമാറ്റോ ക്യൂബ്സ്, ജസ്റ്റ് ഗാർണിഷിങ്. കുറച്ച് കറിവേപ്പില ഇടുന്നു. അപ്പോൾ നമ്മുടെ ഫിഷ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അത് പെട്ടെന്നായി. നമ്മളിവിടെ എല്ലാം പെട്ടെന്ന് തന്നെയായി. അതിൽ നിന്ന് നമ്മുടെ ഫിഷ് മോളി, പിന്നെ ഷെംസ്, ഗ്രിൽഡ് നമ്മുടെ കൊഞ്ച്, ഇവിടുത്തെ സ്പെഷ്യൽ കൊഞ്ച് ഫ്രൈ വിത്ത് റൈസ് ആൻഡ് ഗ്രേവി, പിന്നെ നമ്മുടെ റോസ്റ്റ്, ഫിഷ് റോസ്റ്റ് റെഡി. എന്തായാലും താങ്ക് യു ഷെഫ്. ഓക്കെ, വെൽക്കം. ഞാൻ അവിടെ പോയിരുന്ന് കഴിക്കാൻ പോകണം. അപ്പോഴത്തേക്കും മറ്റേ ഷെഫ് മുങ്ങി. വേറെ നല്ല പുള്ളിക്കാരൻ പോകണം, ഒരു സ്ഥലത്ത് അത്യാവശ്യം വരെ പോകണം, അതുകൊണ്ട് പോയി. അപ്പോൾ ആ ഷെഫിനും താങ്ക് യു. അപ്പോൾ എന്തായാലും ഞാൻ അവിടെ പോയി കഴിക്കില്ല. ഓക്കെ.